हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്നത്തെ ശ്ലോകങ്ങളും 89, 90 തന്നെ സെയിം രണ്ട് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ചെല്ലണേ. സഹസ്രാച്ചി സപ്തജിഹ്വാ സപ്തൈധാ സപ്തവാഹനഃ അമൂർത്തി അനിഹോ അചിന്ത്യോ ഭയകൃത് ഭയനാശനഃ അണുർബൃഹത് കൃശസ്ഥൂലോ ഗുണഭൃത് നിർഗുണോ മഹൻ അധൃത സ്വധൃത സ്വാസ്യ പ്രാങ്വംശോ വംശവർദ്ധന. ഇന്നത്തെ ആദ്യത്തെ നാമം 834 നാമം ഭയനാശന. ഇതിനു മുമ്പുള്ള നാമത്തിൻ്റെ രണ്ടാമത് സൂചിപ്പിച്ചിരുന്ന അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്നലെ ഭയകൃതന്നി ഇത് ഭയകൃത്, ഭയത്തിനെ നശിപ്പിക്കുന്നവൻ, ഭയം ഉണ്ടാക്കുന്നവൻ എന്നൊരു അർത്ഥം കണ്ടു. കഴിഞ്ഞ ഭയകൃത് എന്നുള്ള നാമത്തിന് ഭയത്തിനെ ഉണ്ടാക്കുന്നവനെന്നും ഭയത്തിനെ നശിപ്പിക്കുന്നവെന്നും അർത്ഥം കണ്ടു. അത് നമ്മൾ ഇന്നലെ വളരെ വിപുലമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് ഭഗവാൻ ഭയത്തിനെ നശിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ ഒരു ഓപ്പോസിറ്റായിട്ടുള്ള വാക്കുകളാണ് നമുക്ക് ഈ നാമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഈ വരാൻ പോകുന്ന നാമങ്ങൾ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട്, നമുക്കത് കാണാം എന്താണെന്നുള്ളത്. അപ്പോൾ ഭയനാശന എന്നുള്ളത് ഭയം ഉണ്ടാക്കുക എന്നുള്ള അതേ നാമത്തിന് ഭയം നശിപ്പിക്കുക എന്നുള്ള നാമവും അർത്ഥവും വരുന്നത് കാരണം അത് ഒന്നും കൂടി ഊന്നി പറയുന്നു എന്നർത്ഥം. ഇവിടെ ഭയനാശന, ഭയകൃത് ഭയനാശന, എല്ലാ ഭയങ്ങളും നശിപ്പിക്കുന്നവൻ എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നിപ്പോൾ എല്ലാ ഭയങ്ങളും നശിപ്പിക്കുന്നത് ഇന്നലെ കണ്ടത് ഭയകൃത് എന്നുള്ള നാമത്തിൽ നിന്നാണ്. ഭയം ഉണ്ടാക്കുന്നവൻ എന്നുള്ള നാമത്തിൽ നിന്നാണ് നമ്മൾ അങ്ങനെ ഒരു അർത്ഥം എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അതിന് പ്രത്യേകിച്ചായിട്ട് അതന്നെ ഭയം, ഭയത്തെ നശിപ്പിക്കുന്നവൻ. ശരിക്കുള്ള ഭയനാശനൻ ഭഗവാൻ തന്നെയാണ്. നമ്മളുടെ എല്ലാ ഭയവും മാറിക്കിട്ടണമെങ്കിൽ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. മനുഷ്യപ്രയത്നം കൊണ്ട് എല്ലാ ഭയവും മാറിക്കിട്ടില്ല. അതൊക്കെ നല്ല നമ്മൾ കണ്ടതാണ്, ഏതൊക്കെ തരത്തിലുള്ള ഭയങ്ങളാണുള്ളത്, ഭയത്തിനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ നല്ല വിപുലമായിട്ട് കണ്ടു. ഇന്നിപ്പോൾ നമ്മളതിന് കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അടുത്ത 835 അണു. അണു എന്ന് വെച്ചാൽ ഏറ്റവും സൂക്ഷ്മമായവൻ അർത്ഥം. ഭഗവാന്റെ സ്വരൂപമാണ് ഈ പറയുന്നത് അണു. ഈ അർത്ഥം വരുന്ന വളരെയധികം നാമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മുമ്പ് നമ്മൾ പരിചയപ്പെട്ടതാണ്. പിപീലിക മുതൽ ബ്രഹ്മാണ്ടം വരെയുള്ള എല്ലാ പദാർത്ഥങ്ങളിലും നിവസിക്കുന്നവനൊക്കെ ഭഗവാൻ. അണോരണീയാൻ മഹതോ മഹീയാൻ. ത്യാഗരസ്വാമികളുടെ കീർത്തനത്തിലില്ലേ, തെലുങ്ക് കീർത്തനത്തിൽ ശീമലോ ബ്രഹ്മലോ ശിവകേശവാദിലോ
ക്ഷീമ മീൻസ് ഉറുമ്പ്. ഉറുമ്പിലും ബ്രഹ്മത്തിലും ശിവനിലും കേശവനിലും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഭഗവാനല്ലേ ഭഗവാൻ എന്ന് ചോദിക്കുകയാണ്. ക്ഷീമലോ ബ്രഹ്മലോ ശിവകേശവാദിലോ. അപ്പോൾ ക്ഷീമ എന്ന് പറഞ്ഞാൽ എറുമ്പ്. ഒരു എറുമ്പിൻ്റെ ഉള്ളിൽ പോലും ഭഗവാന്റെ അംശമുണ്ട് അവിടെ. ഒരു കടുകുമണിയുടെ ഉള്ളിൽ പോലും ഭഗവാന്റെ അംശമുണ്ട്. ആ കടുകിൻ്റെ രുചി തന്ന് ആ പോഷകത്തിനെ നിലനിർത്തി, കടുകിൻ്റെ പോഷകാംശങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്ന അതിനെ കടുക് എന്നുള്ള നിലയ്ക്ക് ആക്കിയിട്ട് ആ കടുകിൻ്റെ ധർമ്മത്തിനെ നിലനിർത്തി കൊണ്ടുപോരുന്ന ഭഗവാൻ ഒരു കടുക് ആകൃതിയേക്കാൾ ചെറുതാവേണ്ട. അവൻ്റെ ഉള്ളിലാണെങ്കിൽ, കടുകിൻ്റെ ഉള്ളിലാണെങ്കിൽ കടുകിനേക്കാൾ ചെറുതാവണ്ടേ. അതാണ് അണോരണീയാൻ. സൂക്ഷ്മാതിസൂക്ഷ്മമായിട്ടുള്ളതിന് പോലും ഭഗവാൻ പ്രചോദനം കൊടുക്കുമ്പോൾ ആ സൂക്ഷ്മത്തിനേക്കാളും സൂക്ഷ്മമാവണ്ടേ. സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ്. അതാണ് അണു. ബൃഹത് വളരെ വലുത്, നേരെ ഓപ്പോസിറ്റ്, വളരെ വലുത്. സൂക്ഷ്മമായതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളതും മഹത്തരമായിട്ടുള്ളതിനേക്കാൾ മഹത്തരമായിട്ടുള്ളതുമാണ്. അങ്ങനെയുള്ള എല്ലാ മഹത്തരമായിട്ടുള്ളതിലും ചെറിയ ജീവികളിലും സൂക്ഷ്മാതിസൂക്ഷ്മമുള്ള രൂപങ്ങളിലും മഹത്തുള്ള രൂപങ്ങളിലും ഭഗവാൻ സദാ ആ ജീവികളുടെ ആത്മാവിൽ കുടികൊള്ളുന്നു. അപ്പോൾ മഹത്വമാണ്, അണുവാണ്. അണുവിനും ജീവനാടിയാണ് ഭഗവാൻ, മഹത്തിനും ജീവനാടിയാണ്. ആനയിലുണ്ട് ഭഗവാൻ, ഉറുമ്പിലുണ്ട് ഭഗവാൻ. അണോരണീയൻ മഹതോ മഹീയൻ ആത്മസ്യ ജന്തുർനിഹിതം ഗുഹായാം. അതോപനിഷത്തിലെ മന്ത്രമാണത്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മന്ത്രമാണ്. അണോരണീയൻ മഹതോ മഹീയ ആത്മസ്യ ജന്തുർനിഹിതം ഗുഹായാം. ഇതൊക്കെ ഭഗവാന്റെ അഷ്ടസിദ്ധികളെ കൂടി സൂചിപ്പിക്കുകയാണ്. ചെറുതാവാനും പറ്റും, വലുതാവാനും പറ്റും. അണുവുമല്ല, ബൃഹത്വമല്ല, അണുവുമാണ്, ബൃഹത്വമാണ്. അണുപ്രായത്തിലുള്ളതിനെയും ബൃഹത് പ്രായത്തിലുള്ളതിനെയും ഉള്ളവർക്കും ജീവിതം പ്രചോദനം ചെയ്യുന്നു ഭഗവാൻ. അപ്പോൾ അണുവാണോ എന്ന് ചോദിച്ചാൽ അണുവാണ്. ബൃഹത്താണോ? ബൃഹത്താണ്. ബൃഹത്തല്ലേ? ബൃഹത്തല്ല. അണുവല്ലേ? അണുവല്ല. ഇലക്ട്രിസിറ്റി 0 വാട്ട് ബൾബിലും പ്രകാശിക്കുന്നുണ്ട്, ഫ്ലഡ് ലൈറ്റിലും പ്രകാശിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഇലക്ട്രിസിറ്റി 0 വാട്ടാണോ? അതെ. അപ്പോൾ 0 വാട്ടാണെങ്കിൽ എങ്ങനെയാണ് ഫ്ലഡ് ലൈറ്റിൽ പ്രകാശിക്കാൻ പറ്റുക? അപ്പോൾ ഭഗവാൻ ഇലക്ട്രിസിറ്റി ഫ്ലഡ് ലൈറ്റുമാണ്. മഹത്തായിട്ടുള്ള പ്രകാശത്തിലും ഭഗവാനുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ചെറിയ പ്രകാശത്തിലും ഇലക്ട്രിസിറ്റി ഉണ്ട്. അണോരണീയാൻ മഹതോ മഹീയാൻ. 0 ബൾബിലുണ്ട്, ഫ്ലഡ് ലൈറ്റിലുണ്ട്. ഓഹോ, അപ്പോൾ ആ ഇലക്ട്രിസിറ്റി വേറെ, ഈ ഇലക്ട്രിസിറ്റി വേറെയാണല്ലേ? അല്ല പൊട്ട, രണ്ടും ഒന്നാണ്. അതിന് ഇലക്ട്രിസിറ്റി രണ്ടില്ല. 0 വാട്ടിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി, എന്താ പറയുക, ഫ്ലഡ് ലൈറ്റിലേക്ക് വേറൊരു ഇലക്ട്രിസിറ്റി. അങ്ങനെയില്ല. ഒരേ ഇലക്ട്രിസിറ്റി. ഉപാധി ഡിഫറൻസ് കാരണം ആനയിലാണെങ്കിലും ശരി, എറുമ്പിലാണെങ്കിലും ശരി, ഭഗവാൻ എന്താ പറയുക, അണുവല്ല, ബൃഹത്വമല്ല. പക്ഷേ ഭഗവാൻ ഈസ് കേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു അണു, എൻട്രിങ് ഇൻ ടു ബൃഹത്ത്. ആനയിലും ഭഗവാന് കയറിയിരിക്കാൻ പറ്റും, അണുവിലും ഭഗവാന് കയറിയിരിക്കാൻ പറ്റും. അതാണ് അണു ബൃഹത്ത് എന്നൊക്കെ പറയുന്നത്. ഭയനാശന, അണു ബൃഹത്ത് അങ്ങനെ വരും. ഭഗവാൻ അടുത്ത നാമം നോക്കൂ. കൃഷ എന്നാണ് അടുത്ത നാമം. കൃഷ മീൻസ് മെലിഞ്ഞവൻ എന്നർത്ഥം. ബൃഹത്തായ ഭഗവാൻ ലഘിമ
എന്ന യോഗശക്തിയാൽ കൃഷ്ണനായിത്തീരുന്നു. ബൃഹത്ത് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ കൃഷ എന്ന് പറഞ്ഞു. സൂക്ഷ്മാതിസൂക്ഷ്മം സ്ഥൂലപ്രപഞ്ചം മുഴുവൻ മുന്നിൽ നിൽക്കുന്നു. കൃശമായിട്ട് നിൽക്കുന്നത് എവിടെ? ബൃഹത്തായിട്ട് നിൽക്കുന്നത് എവിടെ? ബൃഹത്തായിട്ട് നിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ പ്രകടമായി കാണുന്ന എല്ലാ കാഴ്ചയും. ഒരു ഡിസ്പ്ലേ, മജീഷ്യൻ, ഒരു മാജിക്കുകാരൻ എങ്ങനെയാണോ അവരുടെ സ്റ്റേജിൻ്റെ മുകളിൽ എല്ലാ വർണ്ണശബളമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്, പട്ടിക്കുട്ടിയെ സൃഷ്ടിക്കും, പൂച്ചക്കുട്ടിയെ സൃഷ്ടിക്കും, സിഗരറ്റ് പാക്കറ്റ് സൃഷ്ടിക്കും, 2 പക്ഷികളെ സൃഷ്ടിക്കും, 2 കോഴിമുട്ട സൃഷ്ടിക്കും, എന്തെല്ലാമാണ് സ്റ്റേജിൽ കാട്ടിക്കൂട്ടുന്നത്. ബൃഹത്ത്. അതെപ്പോഴാണ്? പ്രകടമായിരിക്കുന്ന സമയത്ത്, മീനിങ് മാനിഫെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത്, ഭഗവാന്റെ പ്രകൃതി പ്രകടമായിരിക്കുന്ന സമയത്ത്, സൃഷ്ടി സമയത്ത് നടത്തും. സൃഷ്ടിയും സ്ഥിതിയും സമയത്ത്. അപ്പോൾ ഈ കോഴിമുട്ടയും ഈ എന്താ പറയുക സിഗരറ്റ് പാക്കറ്റും ഈ തത്തക്കുട്ടിയും പൂച്ചക്കുട്ടിയും നായക്കുട്ടിയൊക്കെ മെഡിറ്റേഷൻ ഉണ്ടാക്കിയത് ആ ഷോ നിർത്തുമ്പോൾ എവിടെ പോയി? മാജിക്കൽ നിന്ന് അലിഞ്ഞു ചേർന്നു. ഏത് രൂപമായിട്ട്? കൃഷരൂപമായിട്ട്, അണുരൂപമായിട്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന, ഇന്ന് നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്ന പ്രപഞ്ചം മുഴുവൻ പ്രകടമായി നിൽക്കുന്നത് ബൃഹത് രൂപത്തിലാണ്. ഭഗവാന്റെ വിശ്വരൂപമാണ് ഭഗവാന്റെ. അത് ബൃഹത്തായിട്ട് കാണുന്നു. സ്ഥൂലപ്രപഞ്ചമായിട്ട് കാണുന്നതിന് അടുത്ത നാമം സ്ഥൂല എന്നാണ്. സ്ഥൂലപ്രപഞ്ചമായിട്ട് കാണുന്നു. ആ നാമം കൂടി എടുത്തോളൂ. 838 സ്ഥൂല. സ്ഥൂല മീൻസ് തടിച്ചവൻ. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ വിവരണം തന്നെ. അപ്പോൾ സ്ഥൂലമായിട്ട് കാണുന്നത് ഈ പ്രപഞ്ച രൂപം, ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്ന രൂപത്തിൽ. അതെപ്പോഴാണോ ആ പ്രപഞ്ചത്തിന് നാശം വരുന്നത്? ഒന്നുകിൽ കൽപ്പാന്തത്തിന് മുമ്പാവും, അല്ലെങ്കിൽ കൽപ്പാന്ത സമയത്താവും. അല്ല, അങ്ങനെയല്ലേ ഉണ്ടാവും. ഒന്നുകിൽ നമ്മളെല്ലാം അവസാനം പ്രളയം വരെ കാത്തിരിക്കാം. ബാക്കിയുള്ളവരാണെങ്കിൽ ആ സമയത്ത് ബാക്കിയുള്ളവരാണെങ്കിൽ അതുവരെ കാത്തിരിക്കാം. അല്ല, ഇപ്പോൾ സിദ്ധി കൂടാനാ ഭഗവാൻ തീരുമാനിച്ചെങ്കിൽ ഇപ്പോൾ സിദ്ധി കൂടാം. ഇപ്പോൾ നമ്മൾ ക്ഷാരാമ ഗോവിന്ദ ആയി വിചാരിക്കുക. അപ്പം എൻ്റെ ഈ കാണുന്ന സ്ഥൂല ശരീരമൊക്കെ പോവും. 5 ഭഗവാന്റെ 5 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് 5 പോവും. പാക്ക് ചെയ്ത് അങ്ങോട്ട് തിരിച്ചു വിടും. അതൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ, അങ്ങോട്ട് പോയിക്കോളൂ. അവിടുന്ന് കൊണ്ടുവന്നതാണ് ആവശ്യമില്ലാണ്ട് ഒരു സാധനങ്ങൾ അതൊക്കെ അങ്ങോട്ട് വിട്ടുള്ള. അപ്പോൾ ആവശ്യം കഴിഞ്ഞു കൊണ്ടുവച്ചുകൊള്ളുക. സൂക്ഷ്മ ശരീരമോ കാരണശരീരമോ അത് രണ്ടും ഭഗവാൻ തന്നെ കൊണ്ടുപോകും. എങ്ങനെ? വായോർ ഗന്ധ നിവാശയ. അപ്പം ഈ സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ജീവി സൂക്ഷ്മമാകുന്നത് എപ്പോഴാണ്? കൽപ്പാന്ത സമയത്ത്. അപ്പോൾ ഈ സ്ഥൂലമായിരിക്കുന്ന എല്ലാം പൊടിക്കുപ്പിയിൽ സൂക്ഷ്മമായിട്ട് സൂക്ഷിക്കുന്നു. എൻ്റെ കാരണ ശരീരവും എൻ്റെ സൂക്ഷ്മ ശരീരവും. സ്ഥൂല ശരീരം പോയി. അപ്പോൾ രണ്ടിലും ഭഗവാൻ തന്നെയല്ലേ കാണുന്നത്. ഭഗവാൻ സ്ഥൂലമല്ലേ? ഭഗവാൻ സൂക്ഷ്മമല്ലേ? ഭഗവാൻ കൃശമല്ലേ? ഭഗവാൻ അണുവല്ലേ? ഭഗവാൻ ബൃഹത്തല്ലേ? അപ്പം ഇതൊന്ന് മാത്രം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? രണ്ടും പറയണ്ടേ? കോൺട്രഡിക്ടറി ടേംസ് പറഞ്ഞല്ലാണ്ട് സ്പിരിച്വാലിറ്റിയിൽ മനസ്സിലാവില്ല. ആധ്യാത്മിക പഠനത്തിൽ കോൺട്രഡിക്ഷൻസ് ആർ എസെൻഷ്യൽ. ഇപ്പോൾ പ്രാപഞ്ചിക ലോകത്തിൽ ട്രാൻസാക്ഷൻ വേൾഡിൽ നമ്മൾ കാണുന്ന 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഡെഫിനറ്റ്നെസ്സിന് വേണം. ഇത് മരമാണ്, ഇത് ആൽമരാണ്, ഇത് തെങ്ങാണ്. ആർ യു ഷുവർ? യെസ്, ഐ ആം ഷുവർ ഇറ്റ് ഈസ് തെങ്ങ്. കാരണം എന്താ? നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ് ആരും അതെ തെങ്ങും അത്. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, അല്ലെങ്കിൽ ഒരു ആന, ഒരു ചേന, ഇതൊക്കെ നമ്മൾ കണ്ടാലും ആന എന്നും ചേന എന്നും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക്
നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കുണ്ട്. കാരണം അത് കണ്ടെയ്ൻഡ് വിത്തിൻ ടൈം ആൻഡ് സ്പേസ്. അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ എനിക്ക് തിരിച്ചറിയാം. ചേനയുടെ ഗുണമല്ല ആനയ്ക്ക്, ആനയുടെ ഗുണമല്ല ചേനയ്ക്ക്, തെങ്ങിൻ്റെ ഗുണമല്ല കവുങ്ങിന്, കവുങ്ങിൻ്റെ ഗുണമല്ല ആലിന്. അപ്പോൾ ഇതൊക്കെ എനിക്ക് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാവുന്നതുകൊണ്ട് തെങ്ങ് കണ്ടിട്ട് ഇത് ആലാണെന്ന് പറഞ്ഞാൽ പ്രാന്തനാന്ന് പറയും. കൂളമ്പാറയ്ക്കോ കുതിരവട്ടത്തേക്കോ കാക്കനാടോ എങ്ങടാച്ചോ കൊണ്ടുപോകും കോളം പറയും. അത് പറയില്ലേ, ട്രാൻസാക്ഷൻ പ്രപഞ്ച ലോകത്തിൽ എല്ലാം സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും, നമുക്ക് കർക്കശമായിട്ട് പറയാൻ പറ്റും. നേരെ മറിച്ച് ആധ്യാത്മിക ലോകത്തിൽ നമ്മൾ ഏതിനെ കുറിച്ചാണ് പറയണത്? തെങ്ങിനെ കുറിച്ചും കഴുങ്ങിനെ കുറിച്ചും പ്ലാവിനെ കുറിച്ചും ആനയെക്കുറിച്ചും ചേനയെക്കുറിച്ചും അല്ല. ഇതിലെല്ലാറ്റിലും ജീവിക്കുന്ന ഒരു ജീവി, ഒരു തത്വം, ഒരു ബോധം. ആ ബോധത്തിനെ കുറിച്ചാണ് നമ്മൾ പറയണത്. ആ ബോധത്തിനെ കുറിച്ച് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രാഹ്യമല്ലേ ഇനി. അപ്പോൾ ഞാൻ എന്തൊക്കെ പറയണത് മനസ്സിലാക്കാൻ, അത് തെങ്ങാണ്, ഇത് കവുങ്ങാണ്, അത് ആനയാണ്, ഇത് ചേനയാണ്. ഇപ്പം തന്നെയല്ലേ താൻ ആനയെന്ന് പറഞ്ഞാൽ, പിന്നെന്താ അപ്പം ചേനയെന്ന് പറയണം? ആന എവിടെ കിടക്കണം, ചേന എവിടെ കിടക്കണം? ഏതെങ്കിലും ഒന്ന് അങ്ങോട്ട് തിരിച്ച് കറക്റ്റായിട്ട് പറഞ്ഞുകൂടെ എന്താ വേണ്ടതെന്ന്? പ്രപഞ്ച ലോകത്ത് നമുക്ക് പറയാം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ, ഒരു സിനിമ ഉണ്ടായി, ലോറൽ ആൻഡ് ഹാർഡി. എല്ലാവരും കേട്ട് കാണും, 2 തമാശക്കാർ. അപ്പോൾ ആ കണ്ട സിനിമയിൽ ലോറൽ ആൻഡ് ഹാർഡി, ഇപ്പം ആരെ ഏതാണെന്ന് എനിക്ക് റോള് ഓർമ്മയില്ല. ഒരാൾ പട്ടാളത്തിൻ്റെ ക്യാപ്റ്റനും ഒരാൾ സോൾജർ, അപ്പം ചേർന്നിട്ടുള്ള സോൾജറുമാണ്. പട്ടാളത്തിൽ ചേർന്ന ഒരാളാണ് ഹാർഡിയെന്ന് എനിക്ക് തോന്നണം. മറ്റാൾ ലോറലാണ് ക്യാപ്റ്റൻ തോന്നുന്നു. ഹാർഡിയാണ് ചേർന്നത്. തടിയുള്ളവൻ ആരാണെന്ന് അറിയില്ല, അയാളാണ് ചേർന്നത്. അപ്പോൾ അയാൾ പട്ടാളത്തിൽ ചേർന്ന ആൾക്ക് ആ ചിട്ടവട്ടങ്ങളൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒരു ദിവസം ക്യാപ്റ്റൻ വരെയാണ് അയാളുടെ മുമ്പിൽ വെച്ച് എക്സസൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് നീട്ട് മെല്ലെ മാർച്ച് ചെയ്ത് ഗ്രൗണ്ടിലെത്തി. എല്ലാവരും വരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 10-15 ആൾക്കാർ ഒരേ ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലോറൽ അവിടെ നിന്നിട്ട് കമാൻഡറാണ്, ആർമി കമാൻഡറാണ്. അയാൾ അറ്റൻഷൻ എന്ന് പറഞ്ഞു. എല്ലാവരും അറ്റൻഷനായി. സ്റ്റാൻഡേർഡീസ് അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ് അറ്റൻഷൻ റൈറ്റ് ടേൺ ലെഫ്റ്റ് ടേൺ എബൌട്ട് ടേൺ. ഇങ്ങനെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഹാർഡി എന്ത് ചെയ്തു? തടിയനെ, പൊണ്ണത്തടിയനാ, കുറച്ച് ചെയ്യാനൊക്കെ മടിയുണ്ട്. വേഗം അങ്ങോട്ട് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തു. ഈ ടുക്ക് 1 സ്റ്റെപ്പ് ഫോർവേഡ്. അപ്പോൾ എല്ലാവരും നോക്കിയാണ്, കാരണം ലൈനിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കല്ലേ. ഇറങ്ങി നിന്നപ്പോൾ ക്യാപ്റ്റൻ വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചു, ദേഷ്യപ്പെട്ട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ക്യാപ്റ്റൻ പ്ലീസ് ഡിസൈഡ് വാട്ട് യു വാണ്ട്. യു വാണ്ട് മീ ടു ടേൺ റൈറ്റ് ഓർ ടേൺ ലെഫ്റ്റ് or about turn or attention or standardities? What do you want? Please decide. അങ്ങനൊരു പട്ടാളത്തിലൊരു സീൻ, ഒരു സിനിമയിലൊരു സീനുണ്ട്, മനസ്സിലായില്ലേ? അത് പ്രാപഞ്ചികമായിട്ടുള്ള ലോകത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ, ശരീരത്തിനെ നിയന്ത്രിക്കാനും പലവിധമായിട്ടുള്ള എക്സസൈസ് നമുക്ക് വേണ്ടി വരും. റൈറ്റ് ചെയ്യാൻ പറയും, ലെഫ്റ്റ് ചെയ്യാൻ പറയും, മുന്നോട്ട് ഓടാൻ പറയും, പിന്നാക്കം ഓടാൻ പറയും. അങ്ങനെയൊരു പ്രക്രിയയ്ക്ക് പോലും കോൺട്രഡിക്റ്റിംഗ് കമാൻഡ്സ് വേണ്ടി വരുന്നു നമുക്ക്, നമ്മുടെ ശരീരത്തിനെ ഒന്ന് എന്താ പറയുക, ചിട്ടപ്പെടുത്താൻ. നമ്മളിവിടെ ആധ്യാത്മിക രംഗത്ത് നമ്മൾ ചിട്ടപ്പെടുത്തുന്നത് എന്താ? നമ്മുടെ മനസ്സിനെയാണ്. ആ മനസ്സിനെ ചിട്ടപ്പെടുത്തണമെങ്കിൽ, മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എത്ര ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയണം? ഭയകൃത്, ഭയനാശന, അണു, ബൃഹത്, ഇല്ലേ, കൃഷ, സ്ഥൂല, ഗുണഭൃത്, നിർഗുണ, എന്തൊക്കെ ഓപ്പോസിറ്റ് പറയേണ്ടി വരും, ആലോചിച്ച് നോക്കൂ. ആധ്യാത്മിക രംഗത്ത് അത് ഒരു അധിക പ്രസംഗം എന്ന് കണക്കാക്കരുത്. അത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ മനസ്സിനെ ഉൾക്കൊള്ളാനായിട്ട് ഏത് ആംഗിളിൽ അവതരിപ്പിച്ചാലാണ് ഭംഗിയാവുക. ഇപ്പോൾ ചില സിനി ആക്ടേഴ്സിൻ്റെ ഒക്കെ ഈ അഡ്വർടൈസ്മെൻ്റൊക്കെ നിൽക്കാറില്ലേ, അവർ ഏത് ആംഗിളിൽ ഫോട്ടോ എടുത്താലും അത് ശരിക്കും അങ്ങോട്ട് വ്യൂവേഴ്സിന് മനസ്സിലാവുക. അപ്പോൾ ഒരു ലേഡി, ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ആരുടെയെങ്കിലും അംബാസിഡർ, ഇപ്പോൾ കല്യാൺ ജ്വല്ലറിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷീമാട്ടിയുടെയോ ഒക്കെ ഒരു അംബാസിഡറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ
ഒരു സിനി ആക്ട്രസ് മഞ്ജു വാര്യരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ എത്ര ഫോട്ടോ സ്നാപ്സ് എടുക്കുന്ന വിചാരിക്കണം. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് മേപ്പോട്ട് നോക്കിയിട്ട് കീഴ്പോട്ട് നോക്കിയിട്ട് നേരെ നോക്കിയിട്ട് പിന്നാക്കം നോക്കിയിട്ട് എന്തൊക്കെ ആംഗിളിൽ അവരുടെ ഫോട്ടോ എടുക്കും, ഏതെല്ലാം പോസ്ചറിൽ അവരുടെ ഫോട്ടോ എടുക്കും. ഇത് ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ. അപ്പോൾ അത് നോക്കിയല്ലാണ്ടോ നമുക്ക് നിയന്ത്രണം കിട്ടില്ല. ഈ ബാഹ്യ ലോകത്ത് പോലും നമുക്ക് കോൺട്രാഡിക്റ്റിംഗ് ആയിട്ട് ഇടത്തോട്ട് തിരിച്ചെടുത്തു നോക്കട്ടെ, ഒന്ന് വലത്തോട്ട് തിരിയോ പ്ലീസ്, ഒന്ന് ചുരുക്കിയോ പ്ലീസ്, ഒന്ന് ചിരി നിർത്തുമോ പ്ലീസ്, അല്ലേ? ഇപ്പോൾ ഗൗരവമായിട്ട് പറയേണ്ട ചില കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റിൽ ചിരിച്ചു പറഞ്ഞാൽ ശരിയാവുമോ? അപ്പോൾ എപ്പോഴും നമുക്ക് കോൺട്രഡിക്റ്റിംഗ് ഫാക്ടേഴ്സ് മസ്റ്റ് ബി ഓൾവേസ് നമ്മളുടെ കൂടെ സന്തത സഹചാരിയായിട്ട് നടക്കേണ്ടി വരും നമ്മളുടെ കൂടെ. അത് പ്രപഞ്ചിക ലോകത്തിൽ പോലും നമുക്ക് ആവശ്യം വരുമ്പോൾ ആധ്യാത്മിക ലോകത്തിൽ പിന്നെ അതിനെക്കുറിച്ച് പറയാനുണ്ടോ? അപ്പോൾ ഇതൊന്നും വെറുതെ ഭീഷ്മർ പറഞ്ഞാൽ അങ്ങോരൊക്കെ പകുതി ബോധം ഉണ്ടാവില്ല പാവം, ശരശൈലി കിടന്നിട്ടില്ലേ പറയണത്. അപ്പോൾ ഇടയ്ക്ക് എന്താ പറയുക, ഭയകൃത്ത് എന്ന് പറയും, ചിലപ്പോൾ ഭയനാശന പറയും, അത് കഴിഞ്ഞിട്ട് പറയും ബൃഹത്താണെന്ന് പറയും, അത് കഴിഞ്ഞിട്ട് പറയും അണുവെണ്ണെന്ന് പറയും. സ്ഥിരബോധം ഇല്ലാണ്ട് എന്തെങ്കിലും പറയണതാണ്, അത് വലിയ കാര്യമാക്കണ്ട. അങ്ങനെയല്ലേ വ്യാഖ്യാനിക്കേണ്ടത്, രണ്ടുമാണ്. ഭീഷ്മർക്കൊന്നും തെറ്റ് പറ്റിയിട്ടില്ല. ഭയകൃത്താണ്, ഭയനാശനാണ്, അണുവാണ്, ബൃഹത്താണ്, കൃഷാണ്, സ്ഥൂലാണ്, ഗുണവൃത്താണ്, നിർഗുണനാണ്, സഗുണനാണ്, എല്ലാമാണ് ഭഗവാൻ. ഈസ് ഓൾ ഇൻക്ലൂസീവ്. ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇവൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവൻ അണുവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൃഹത്തല്ലേ ചോദിച്ചെന്ത് ഉത്തരം പറയും? ബൃഹത്വമാണ്. ബൃഹത്താണോ? അപ്പോൾ അണുവല്ല അല്ലേ? കണ്ടില്ലേ? ഭഗവാനെ നമുക്ക് രൂപമില്ലാത്തവനാണെന്ന് പറഞ്ഞു വയ്ക്കുക. രൂപമില്ല ഭഗവാന്? ഇല്ല, ഭഗവാന് രൂപമില്ല. അപ്പോൾ രൂപമുള്ള ഒന്നും ഭഗവാനല്ല അല്ലേ? കുടുങ്ങിയോ? അല്ലല്ല, ഭഗവാൻ രൂപമുണ്ട്. അപ്പോൾ രൂപം ഭഗവാനാണ് അല്ലേ? അപ്പോൾ രൂപമില്ലാത്തൊന്നും ഭഗവാനല്ല. എന്തൊക്കെ രൂപമില്ല എന്ന് പറയാം അവസാനം, ഇല്ലേ? അപ്പോൾ അതാ പറഞ്ഞത്, ഈ വിപരീതമായിട്ടുള്ള വിരുദ്ധ പ്രകടനങ്ങൾ, വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ മനസ്സിനത് വിരോധാഭാസമായിട്ട് തോന്നാം. ഒരു ആഭാസം തന്നെ വിചാരിച്ചാൽ മതി. വിരോധ ആഭാസം തന്നെ, അത് ഒരാഭാസമായിട്ട് എടുത്താൽ മതി. പുറമേ, ഉള്ളിലേക്ക് അത് ആഭാസമായിട്ട് എടുക്കരുത്, വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ സാധാരണ സംസാര രീതിയിൽ തന്നെ നമ്മൾ ചിലവരെ കുറിച്ച് പറയില്ലേ, ചില ആൾക്കാരെ കുറിച്ച്, അയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ, നല്ലോനോട് നല്ലോനാ, ഇടഞ്ഞാണ്ടല്ലോ, എന്നെ പിടിക്കാൻ കിട്ടില്ല. അപ്പോൾ അയാൾ നല്ലവനുമാണ്, ചീത്തയായിട്ടുള്ള ആളുമാണ്. കാര്യമൊക്കെ ശാന്തനാണ്, പക്ഷെ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ശാന്തവനാണ്, ദേഷ്യം വരുന്നവനുമാണ്. സാധാരണഗതിയിൽ പോലും ഇതിനൊക്കെ അലവൻസ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വളരെ സീരിയസ് ആയിട്ട് വി ആർ ട്രൈങ് ടു അനലൈസ് അവർ ഓൺ ലൈഫ്. അത് മറക്കരുത്. നമ്മൾ എന്തിനാണ് സ്റ്റഡി ചെയ്യുന്നത്? നമ്മളുടെ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി എന്താ? ദി ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ഈസ് മൈ സബ്ജക്റ്റ് മാറ്റർ. അതിന് ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി അല്ല, അത് സബ്ജക്റ്റ് ഓഫ് സ്റ്റഡിയാണ്. നമ്മൾ നമ്മുടെ സബ്ജക്റ്റീവിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, നമ്മുടെ ലൈഫിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ എത്ര സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം കാര്യങ്ങൾ, ലാഘവത്തോടു കൂടി തള്ളിക്കളയരുത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കോൺട്രഡിക്ഷൻസൊക്കെ വരും, ധാരാളം വരും. ഇപ്പോൾ ഈ വിഷ്ണുസഹസ്രനാമം ഇപ്പോൾ കഴിയാറായി, അത് വിടും. ഇനിയും നിങ്ങൾ പല ഗ്രന്ഥങ്ങളും വായിക്കും, പല ദിക്കിലും പല കാര്യങ്ങളും പല ആൾക്കാരോടായിട്ട് സംസാരിക്കും. ഇതിനേക്കാൾ കൂടുതൽ ആധ്യാത്മിക തത്വങ്ങളുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ നാളെ വായിക്കും. വിവേകചൂടാമണി വായിക്കുമായിരിക്കാം, ഉപനിഷത്തുകൾ എടുത്ത് വായിക്കുമായിരിക്കാം, ഭഗവത്ഗീത പഠനം നടത്തുമായിരിക്കാം. അവിടെയൊക്കെ ഈ കോൺട്രഡിക്ഷൻസ് ആർ ഇന്നെവിറ്റബിൾ. അപ്പോൾ അവിടെ ഒന്നും നിരാശരാകരുത്. ഇത് മനസ്സിലാവും തോന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് വിടരുത്. കണ്ടിന്യൂ, പെർസ്യൂ. മനസ്സിലായോ? അപ്പോൾ അതാണ് കൃഷ സ്ഥൂല. ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു അറിയിപ്പാണത്.
ടു ഡിഫൈൻ ഗോഡ് ഈസ് ടു ഡിഫൈൽ ഗോഡ്. ഭഗവാന്റെ മഹത്വം നമുക്ക് മുഴുവൻ അറിയാത്തത് കൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയണു, എന്തൊക്കെയോ പറയണു. ഞാൻ ഇടയ്ക്ക് മൂഢന്മാര് എൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ട് പരലോക മഹേശ്വരം, എൻ്റെ മഹാ ഐശ്വര്യമായിരിക്കുന്ന എൻ്റെ ശരിക്കുള്ള എന്താ പറയുക, പ്രകൃതം എന്താണെന്ന് അറിയാത്തവരെ ഞാൻ ഈ ഫാൻസി ഡ്രസ് കെട്ടി വന്നവനാണെന്ന് വിചാരിക്കണു. അവജാനന്തിമാം മൂഢ. കൃഷ്ണനാന്ന് പറയണു ചിലവര്, രാമനാന്ന് പറയണു, നരസിംഹ എന്ന് പറയണു, ബലരാമനാന്ന് പറയണു, എന്തൊക്കെയാ ആൾക്കാർ പറയണു. കണ്ണുകൊട്ടന്മാർ ആനയെ കണ്ട പോലെ. ഒരാൾ പറഞ്ഞു പൈപ്പാന്ന്, ഒരാൾ പറഞ്ഞത് പാറക്കല്ലാന്ന്. എന്താ ചെയ്യുക? എന്താ കാരണം? എൻ്റെ മഹത്വം അറിയില്ല. എൻ്റെ മഹത്വത്തിനെ കുറിച്ചുള്ള അജ്ഞാനം കൊണ്ടാണ് ഇവരിങ്ങനെ ഓരോ പ്രാന്ത് വിളിച്ച് പറയണത്. പക്ഷെ അവർ പറയുന്നതൊക്കെ ശരിയാ, അതിൽ തെറ്റാന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കാഴ്ചപ്പാടില്ലായിട്ടല്ലേ. എൻ്റെ മഹത്വത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് അവർക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ. ഞാനല്ലേ അഗ്രാഹ്യൻ, ഞാനല്ലേ അപ്രമേയൻ. നൂറ് ദശകം വർണ്ണിച്ചപ്പോഴല്ലേ ഭട്ടതിരിപ്പാടിന് മനസ്സിലായി, അയ്യ ചാണം ചവിട്ടിന്നാ തോന്നണം, അയ്യത്തടാന്നായിപ്പോൾ. അപ്പം എനിക്ക് മനസ്സിലാവേണ്ടത് അതൊന്നുമല്ല ഭഗവാൻ എന്ന്. ഈ പറഞ്ഞ ഒന്നുമല്ല ഭഗവാൻ. 10 അവതാരങ്ങളെ കുറിച്ച് ഞാൻ ഇതിൽ വർണ്ണിച്ചു. ഭാഗവതത്തിൽ പറഞ്ഞ അതേ അവതാരങ്ങളെല്ലാം നാരായണീയത്തിൽ ഞാൻ വർണ്ണിച്ചു. ചില സമയത്ത് ഭഗവാൻ മത്സ്യാണെന്ന് പറഞ്ഞു, കൂർമ്മണെന്ന് പറഞ്ഞു, നരസിംഹ എന്ന് പറഞ്ഞു, വരാഹ എന്ന് പറഞ്ഞു, എന്തൊക്കെ പേര് ഞാട്ടു, എന്തൊക്കെ ഫാൻസി ഡ്രസ് അങ്ങ് അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ കളിപ്പിച്ചു. ഇപ്പോഴല്ലേ ശരിക്കുള്ള തത്വം ബോധം എന്താണെന്ന് മനസ്സിലാവേണ്ടത്. അദ്ദേഹം ആരാണെന്നുള്ള ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. ആ മനസ്സിലാവുമ്പോൾ ഇതൊന്നും സാർത്ഥകമല്ല, ഇതൊന്നും ശരിയല്ല, ഈ പറഞ്ഞ ഒന്നും ശരിയല്ല. എന്നാൽ എല്ലാം ശരിയല്ലേ? എല്ലാം ഉണ്ട്. ഇനി നമ്മുടെ അജ്ഞാനം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്. വൺസ് ദ നോളേജ് ഈസ് ഡോൺഡ്, പിന്നെ ഇതൊക്കെ വിടാൻ നോക്കുക. ഇതൊക്കെ ആവശ്യമാണ് നോളജ് കിട്ടാനായിട്ട്. പോൾ വാൾട്ട് കളിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ആ വലിയൊരു എന്താ പറയുക, ആ പോള് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത്, അത് ആ ഗോൾ എത്തിയിട്ട് ആ മുകളിൽ വെച്ചിരിക്കുന്ന ആ ഗോൾ ഉണ്ടല്ലോ, അവിടെ എത്തുന്നത് വരെ ഈ മരക്കമ്പ് ആവശ്യമാണ് നമുക്ക്. ഈ മുളയുടെ കമ്പ് നമുക്ക് ആവശ്യമാണ് പിടിച്ച് ഉയരാൻ. അവിടെ എത്തിയിട്ടും പിന്നെ അതും കൊണ്ട് പോകാമെന്ന് പറയരുത്. എന്നാൽ പിന്നെ അങ്ങനെ അപ്പുറത്തേക്ക് ചാടാൻ പറ്റില്ല. അപ്പുറത്തേക്ക് ചാടണമെങ്കിൽ ഇത് വിടണം. റിനൗൺസ് ത്യാഗേനേകേന അമൃതത്വമാനശു, ഇത് ത്യജിക്കണം. ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു ചുറ്റുപാടിൽ, ആ ഒരു അന്തരീക്ഷത്തിൽ, ഭഗവത് സ്വരൂപം നമുക്ക് മനസ്സിലായിട്ടുള്ള അന്തരീക്ഷത്തിൽ പിന്നെ രാമനുമില്ല, കൃഷ്ണനുമില്ല, നരസിംഹവുമില്ല, ആരുമില്ല. ചിദാനന്ദരൂപം ശിവോഹം. അവിടെ ശിവൻ എന്ന് വെച്ചെങ്കിൽ പരമശിവനല്ല, പരബ്രഹ്മം എന്നർത്ഥം. പിന്നെ അവിടെ ഒന്നുമില്ല. ചിദാനന്ദരൂപം ശിവോഹം. ഇതൊക്കെ പോയി. പിന്നെ എന്ത് രാമൻ, എന്ത് കൃഷ്ണൻ? കിം കരണീയം കിം അകരണീയം, കിം കർത്തവ്യം കിം അകർത്തവ്യം, സർവം ബ്രഹ്മമയം. ആ 100-ാം ദശകത്തിലേക്ക് അവസാനം അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഭട്ടതിരിപ്പാടിന് ഓർമ്മ വന്നു, അയ്യത്തടാ പറ്റിച്ചല്ലോ, ഇതൊന്നും അല്ലല്ലോ, ഞാനീ പറഞ്ഞൊന്നും അല്ലല്ലോ ഭഗവാന്റെ രൂപം. അങ്ങയെക്കുറിച്ച് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചില്ലേ ലോകത്തിന്? അങ്ങയുടെ ശരിക്കും മഹത്വം എന്താണെന്ന് ഞാൻ അറിയാത്തത് കൊണ്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ലോകത്തിനോട്. ഭഗവാൻ അങ്ങനെയാണ്, ഭഗവാൻ അങ്ങനെയാണ്, ഭഗവാൻ കാരുണ്യരൂപനാണ്, ഭഗവാൻ ദേഷ്യം വന്നാൽ നമ്മളൊന്നും അടുത്ത് നിൽക്കാൻ പറ്റില്ല, ഭഗവാൻ അങ്ങനെ ചെയ്തു, ഭഗവാൻ അങ്ങനെ ചെയ്തു, കാളിയമർദ്ദനം ചെയ്തു, എന്തൊക്കെ കുസൃതികൾ ഭഗവാൻ ഉണ്ടാക്കി തീർത്തു. ഇതൊന്നും ഭഗവാൻ ഉണ്ടാക്കി തീർത്തിട്ടില്ലല്ലോ. ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ആൾക്കാരോട്. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചെയ്ത സ്തോത്രം, അല്ലേ? സ്തോത്രം ചെയ്ത സ്തോത്രം. ഇത് അങ്ങയുടെ സ്തോത്രങ്ങൾ ഞാൻ ജപിച്ചു, നാമങ്ങൾ ചൊല്ലി ആൾക്കാരോട് പറഞ്ഞു ഇതാണ് ഭഗവാൻ എന്ന്. എന്താ കാരണം? അജ്ഞാത്വാ തേ മഹത്വം സ്തോത്രം ചെയ്ത സ്തോത്രം.
അതുകൊണ്ട് ഞാൻ ഭഗവാനെ അറിയാതെ കണ്ട് ഇവരോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോയി. ഹൂ ആം ഐ ടു ഡിഫൈൻ യു മൈ ലോഡ്? ഡിഫൈനിങ് യു ഈസ് ഡിഫൈനിങ് യു. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ടോസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതെനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ത്വൽ പ്രസാദേന ഭൂയാത്. അങ്ങയുടെ പ്രസാദം കൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്ന അങ്ങല്ല അങ്ങന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചെയ്ത സഹസ്രോത്തരമതി ത്വൽ പ്രസാദായ ഭൂയാത്. അങ്ങയുടെ പ്രസാദം കൊണ്ട്, അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് മനസ്സിലായി അങ്ങ് ആരാന്നുള്ളത്. തദ്വാര ഞാൻ ആരാന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഇനി അത് അനുഭവിക്കുകയേ വേണ്ടു. ഇനി ഞാൻ ഈ പരിപാടിക്ക് പോവില്ല. മനസ്സിലായി? അതാണ് ആ ഭാവത്തിൽ. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. കോൺട്രഡിക്ഷൻസൊക്കെ ആവശ്യം. അടുത്ത നാമം ഗുണഭൃത്. ഗുണങ്ങളെ ഭരിക്കുന്നവൻ എന്നർത്ഥം. ഗുണങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ഗുണമെന്ന് വെച്ചാൽ പ്രകൃതി. പ്രകൃതിയാണ് ഗുണമെന്ന് പറയുന്നത്. ആ ഗുണങ്ങളെ നിയന്ത്രിക്കുന്നവൻ, നേച്ചർ. പ്രകൃതിയെ ഭരിക്കുന്നവൻ, ദ കൺട്രോളർ, ദ നർച്ചർ, ദ നറിഷർ. 3 ഗുണങ്ങളും ഭഗവാന്റെ ചൊൽപ്പടിയിലാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. 3 ഗുണങ്ങളും ഭഗവാന്റെ ചൊൽപ്പടിയിലാണ്. ഉപനിഷത്തിൽ പറയും കാലത്തിൻ്റെ കർത്താവും സർവഗുണസമ്പൂർണനായിട്ടുള്ള സർവജ്ഞനുമാണ് ഭഗവാൻ എന്ന് ശ്വേതേശ്വരത്തിൽ പറയും. കാലകാരോ ഗുണി വിദ്യയാ. കാലകാരോ, കാലത്തിൻ്റെ കർത്താവ്. ഗുണിസർവ, എല്ലാ ഗുണവും. വിദ്യയാ, അറിയുന്നവനാണ് ഞാൻ. അപ്പോൾ കാലത്തിൻ്റെ കർത്താവും കാലത്തിൻ്റെ ക്രിയേറ്ററും, ദ വെരി ക്രിയേറ്റർ ഓഫ് ടൈം, സർവഗുണസമ്പന്നനും സർവജ്ഞനുമാണ് ഭഗവാൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്. അപ്പോൾ അതാണ് ഗുണഭൃത്. അടുത്ത നാമം നോക്കൂ, നിർഗുണ, കോൺട്രഡിക്റ്റിങ്. ഗുണത്തെ എല്ലാം അറിയുന്നവൻ, ഒരു ഗുണമില്ലാത്തവൻ. അത് ആ ആംഗിളിൽ നോക്കണം, ഇത് ഈ ആംഗിളിൽ നോക്കണം. ഒരു ഗുണവുമില്ലാത്തവൻ മീൻസ് ഗുണാതീതൻ, ബിയോണ്ട് ദ ഗുണാസ്. മീനിങ് ഗുണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനെ വശീകരിക്കുന്നില്ല. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയസ്ഥൈ വപുരിദിവോഷ ശ്രൂയതേ വ്യാസവാക്യം. ഗുണാതീതനാന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാസൻ. സത്വഗുണവും തമോ ഗുണവും രജോ ഗുണവും ഒക്കെ ഉപരിയായിട്ടാണ് കിടക്കുന്നത്. അവതാരകാലത്ത് മാത്രം ശരീരം കുറച്ച് സത്വരൂപമായിട്ട് മാത്രം വരും. മറ്റുള്ള ഗുണങ്ങളൊന്നും തീണ്ടിയിട്ടേ ഇല്ല ഭഗവാന്. ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഗുണാതീതനാണ്. ഒരു ഗുണവും അദ്ദേഹത്തിനെ അങ്ങേ നിയന്ത്രിക്കുന്നില്ല. നിർഗുണ. ഈ ഗുണങ്ങളെല്ലാം ഭഗവാൻ സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുമെങ്കിലും അതൊക്കെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കും. പക്ഷെ അത് ഭഗവാനെ ഒരു കാലത്തും സ്വാധീനിക്കില്ല. ഒരു കാലത്തും ഭഗവാനെ സ്വാധീനിച്ചിട്ടേ ഇല്ല ഗുണങ്ങളൊന്നും തന്നെ. അപ്പൊ നോക്കൂ, വിരോധാഭാസത്തിൻ്റെ ഒരു കൂട്ടത്തല്ലല്ലേ 835, 836, 37, 38, 39, 40 എല്ലാം. വേറൊരു രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാത്തൊരു വസ്തുവിനെ കുറിച്ച് വേറൊരാളെ മനസ്സിലാക്കി കൊടുക്കാൻ കോൺട്രഡിക്ഷൻസ് ഇല്ലാണ്ട് എങ്ങനെ പറ്റും? കാളിദാസന് ആ എന്താ പറയുക, കുണ്ടാമുണ്ടി സിറ്റുവേഷനിലല്ലേ ചെന്ന് ചാടിയത് ഭഗവാനെ വിഷ്ണുവിനെ വർണ്ണിക്കുമ്പോൾ പാലാഴിയിൽ. അതല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞത്.
അമിതോ മിതലോകസ്ത്വം അനർത്ഥി പ്രാർത്ഥനാവഹി അജിതോ ജിഷ്ണുരത്യന്തം അവ്യക്തോ വ്യക്തകാരണം സർവജ്ഞസ്ത്വം അഭിജ്ഞാതും സർവയോനിസ്ത്വം ആത്മഭൂ സർവപ്രഭു അനീശസ്ത്വം ഏകസ്ത്വം സർവരൂപഭാഗ്. ഉണ്ടോ? ഒക്കെ കോൺട്രഡിക്റ്റിങ്. അപ്പം അതാണ് നിർഗുണ, ഗുണാതീതൻ. ഒരു ഗുണവും ഭഗവാനെ തീണ്ടുന്നില്ല. ആ ഗുണങ്ങളെല്ലാം എടുത്ത് സൃഷ്ടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഭഗവാൻ ഉപയോഗിക്കുന്നു. അല്ലാണ്ട് ഭഗവാനെ ആ നിറങ്ങളൊന്നും തീണ്ടുന്നില്ല. അവതാര പുരുഷന്മാരിൽ പോലും ഇൻ ട്രൂത്ത് ഇതൊന്നും ബാധിക്കുന്നില്ല. പിന്നെ ഈ നായായിട്ട് ജനിച്ചാൽ വാലാട്ടുക എന്നുള്ളൊരു നിയമം അനുസരിച്ചിട്ട് അവരും എന്തൊക്കെയോ ഭാവിക്കുന്നു, എന്തൊക്കെയോ നടിക്കുന്നു. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെപ്പോലെ സീരിയസ്ലി ദേ ആർ നോട്ട് ബൗണ്ട് ബൈ സത്വ രജോ ഓർ ഗുണ. മനസ്സിലായി? അതാണ് നിർഗുണ. അടുത്ത നാമം മഹാൻ. മഹാൻ എന്ന് വെച്ചാൽ വലിയവൻ അർത്ഥം. ഇതിന് ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് ഭഗവാന്റെ ഒരു മഹത്വത്തെക്കുറിച്ച് ഏതാണ്ടൊരു പിടി കിട്ടിയില്ലേ? ഭട്ടതിരിപ്പാടിന് പിടി കിട്ടിയിട്ടുള്ള അത്ര കിട്ടിയിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒരു ട്രയൽ ആയിക്കൂടെ? ഒരു ഡോക്യുമെൻ്ററി ഫിലിം കാണുന്ന പോലെ ഒരു ഇത് കിട്ടിയില്ലേ ഭഗവാന്റെ മഹത്വം എന്താണെന്നുള്ളത്? വർണ്ണനാതീതമാണ് ആ മഹത്വം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത്. വേറെ എന്ത് വേണമെങ്കിൽ വർണ്ണിക്കാം. നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് വേണമെങ്കിൽ വർണ്ണിക്കാം. നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ബെബ്ബെബ്ബെബ്ബ എന്ന് പറഞ്ഞിട്ടല്ലേ വർണ്ണിക്കാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ് വേർഡ്സ് കിട്ടില്ല. ഭഗവാന്റെ മഹത്വം ഉപനിഷത്തുകളിൽ തന്നെ പ്രതിപാദിക്കുന്നത് വളരെ വളരെ കൺഫ്യൂസിങ് ആയിട്ടാണ്. മഹാനായ ഈ പുരുഷനെ ഞാൻ അറിയുന്നു, മഹാൻ എന്നാണ് പറയണത്. അത് കവിഞ്ഞൊന്നും പറയുന്നില്ല. വേദാഹമേദം പുരുഷം മഹാന്തം. മഹാനാണ്. മഹാൻ എന്ന് വെച്ചെങ്കിൽ വാട്ട്? അതെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മഹാൻ എന്ന് പറഞ്ഞു വെച്ചു. മഹാൻ പ്രഭുർ സ്മൈ പുരുഷ. ഈ പുരുഷൻ മഹാനും സർവശക്തനുമാണ്. ഇത് കവിഞ്ഞൊന്നും ആർക്കും പറയാം. മഹർഷിമാർക്ക് പോലും ദേ ആർ ടങ് ടൈഡ്. തമാഹുരുഗ്രം പുരുഷം മഹാന്തം. ആ ദേവൻ്റെ എല്ലാറ്റിലും മഹാനായ മഹത്വവും പുരുഷനുമായി പറയുന്നു എന്നൊക്കെയാണ് കിടന്ന് പറയുന്നത്. മഹാനാവാൻ കാരണം എന്താ? കറക്റ്റായിട്ടൊന്നും പറയാത്തതുകൊണ്ട്, വ്യക്തമായിട്ട് രൂപം നമുക്ക് കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് കോൺട്രഡിക്റ്റിംഗ് ടേംസ് യൂസ് ചെയ്യണം. മഹാൻ. അടുത്ത നാമം അധൃത. എന്ന് വെച്ചാൽ ഒരു താങ്ങുമില്ലാത്തവൻ. ഇതും കണ്ട നാമങ്ങളാണ്. ഇതെല്ലാം നമ്മൾ കണ്ട നാമങ്ങളാണ്. അപ്പോൾ പ്ലീസ് ഇതൊന്ന് ഈ പറഞ്ഞ നാമങ്ങൾ, ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള നാമങ്ങളെല്ലാം ഒരു റിവിഷനായിട്ട് കൺസിഡർ ചെയ്യുക. പഴയ നാമങ്ങൾ ഒന്ന് ഓടിച്ചു പോവുക സമയം കിട്ടുമ്പോഴേ. നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ്, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് പഴയതൊന്ന് ആദ്യം മുതൽ വെറുതെ ഒന്നങ്ങനെ ഓടിക്കുക. പേജ് ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ നമുക്ക് ചില വാക്കുകൾ അവിടെ സ്ട്രൈക്ക് ചെയ്യും. അതവിടെ ഒന്ന് നോക്കുക. അങ്ങനെ ഒരു റിവിഷനാക്കി മാറ്റുക. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള 5-8 നാമങ്ങൾ എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് എണ്ണിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, 8, 9, 10 വാട്ട് എവർ, ഇതൊക്കെ റിവിഷണറി നെയിംസാണ്. അധൃത എന്ന് വെച്ചെങ്കിൽ ഒരു താങ്ങുമില്ലാത്തവൻ, ഒരു സബ്സ്ട്രാറ്റവും ഇല്ലാത്തവൻ. ഈസ് എ സബ്സ്ട്രാറ്റം ഓഫ് എവരിതിങ്. ഹി ഹാസ് നോ സബ്സ്ട്രാറ്റം. അമിതോ മിതലോകസ്ത്വം അനർത്ഥീ പ്രാർത്ഥനാവഹി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ താങ്ങാനായിട്ട് ആരും വേണ്ട. അദ്ദേഹമാണ് ലോകത്തിനെ മുഴുവൻ താങ്ങി നിൽക്കുന്നത്. പിന്നെ താങ്ങുന്നവനൊരു താങ്ങെന്തിനാ? പിന്നെ എങ്ങനെയാണ് താങ്ങാണ്ട് നിൽക്കുന്നത്? ആരും താങ്ങാണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ശക്തി താങ്ങാൻ വേണം. ആ ശക്തി എന്താ? സ്വധൃത. അടുത്ത നാമം സ്വന്തം താങ്ങുന്നവൻ, സ്വന്തം ശക്തിയാൽ താങ്ങുന്നവൻ. He has generated his own energy to support him. എന്നിട്ടാണ് പണി തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് നിൽക്കാനായിട്ടൊരു സ്റ്റാൻഡ് ചെയ്യാൻ ആദ്യം ഉണ്ടാക്കി ഇല്ലേ? ഈ ഫ്ലാറ്റിലൊക്കെ ബിൽഡിങ്ങൊക്കെ പണിയുമ്പോൾ എങ്ങനെയാണ്?
10ാമത്തെ നിലയിലേക്ക് സിമെൻറ്റൊക്കെ കൊണ്ടുപോകണമെങ്കിൽ, സ്റ്റീലും സിമെൻറ്റൊക്കെ കൊണ്ടുപോകണമെങ്കിൽ, 10ാമത്തെ നില ബേസ് പണിയാണെങ്കിൽ, ആ 10ാമത്തെ നിലയിലേക്ക് സിമെൻറ്റും സ്റ്റീലൊക്കെ എത്തിക്കാനായിട്ട് ഇവന് നിൽക്കാനൊരു ബേസ് ആദ്യം പണി, ഒരു ചെറിയ ലിഫ്റ്റ് പോലെ ഔട്ട്സൈഡ് ദി ബിൽഡിങ് അല്ലേ, കാരണം ഉള്ളിൽ ലിഫ്റ്റൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവന് നിൽക്കാനായിട്ട് ഇവന് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവൻ തന്നെ ആദ്യം ഉണ്ടാക്കും. അതുപോലെയാണ് ഭഗവാൻ. ഭഗവാന്റെ മഹിമ കൊണ്ട് ഭഗവാനൊരു സപ്പോർട്ടായിട്ട് ഭഗവാൻ തന്നെ നിൽക്കണു. അത് ആരാ സപ്പോർട്ട്? ഭഗവാൻ തന്നെ. അതാണ് എല്ലാവർക്കും സപ്പോർട്ട്. അതിൻ്റെ മുകളിലാണ് എല്ലാവരും നിൽക്കണം. ഭഗവാന്റെ മുകളിലാണ് എല്ലാവരും നിൽക്കുന്നത്. ആ ഭഗവാനുള്ള സപ്പോർട്ട് ആരാ? ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ള സപ്പോർട്ട് തന്നെ. സ്വധൃത, സെൽഫ് സബ്സ്ട്രാറ്റം, സ്വന്തം ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന് വേറൊരു താങ്ങലിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. സ്വന്തം മഹിമ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അങ്ങനെ എന്താ പറയുക, നിലനിൽക്കുന്ന ആത്മാവാണ്. നോ എക്സ്റ്റേണൽ എയ്ഡ്. ഛാന്തോക്യോപനിഷത്തിലെ സനത് കുമാരൻ നാരദ സംവാദത്തിൽ നാരദൻ സനത് കുമാരനോട് ചോദിക്കും, ഈ ഭൂമാവ്, ഈ ആത്മാവ്, ഈ ചൈതന്യം, ഈ ശക്തി, ഈ ബ്രഹ്മം ഏതിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു? എവിടെയാണ് അദ്ദേഹത്തിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? വേർ ഈസ് ഹി ഇൻസ്റ്റാൾഡ്? അതിന് സനത് കുമാരന്മാർ പറയുന്ന മറുപടി എന്താ അറിയോ? സ്വന്തം മഹത്വത്തിൽ പ്രതിഷ്ഠനായിരിക്കുന്നു. അവർ ജ്യേഷ്ഠാനുജന്മാരാണ്, സനത് കുമാരനും നാരദ മഹർഷി തമ്മിലൊരു ഛാന്തോക്യോപനിഷത്തിലൊരു കൺവെർസേഷനാണ്. അതിൽ ചോദിക്കും, ഈ ബ്രഹ്മ എന്ന് പറയുന്ന ഈ ഭൂമാതാവ്, ഈ ബ്രഹ്മസ്വരൂപം, വേർ ഇസ് ഇറ്റ് ഇൻസ്റ്റാൾഡ്? വാട്ട് ഈസ് ഇസ് ബേസ്? എവിടെ അത് നിൽക്കണത്? വാട്ട് ഈസ് ഇസ് സബ്സ്ട്രാറ്റം? അപ്പോൾ സനത് കുമാരന്മാർ, അവരാണ് ജ്ഞാനികൾ, അജ്ഞാനികൾ, അവർ പറയും, സനത് കുമാരൻ പറയും, ഭഗവാൻ നിൽക്കുന്നത് ഭഗവാന്റെ സ്വന്തം മഹിമയിൽ, അതിന് വേറൊരു മഹിമ ആവശ്യമില്ല. സ ഭഗവ കസ്മിൻ പ്രതിഷ്ഠിത ഇതി നാരദൻ ചോദിക്കുന്നു. സ ഭഗവ, ഈ ഭഗവാൻ, കസ്മിൻ പ്രതിഷ്ഠിത ഇതി, എവിടെയാണ് ഇതിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്? എവിടെ അങ്ങോരുടെ കൈ, എവിടെ അങ്ങോരുടെ കാല്? കൈ ഊത്തിയിട്ടാണോ നിൽക്കണം? കാല് ഊത്തിയിട്ടാണോ നിൽക്കണം? മുട്ട് ഊത്തിയിട്ടാണോ നിൽക്കണം? വാട്ട് ഈസ് ഹിസ് പ്രതിഷ്ഠ? യസ്മിൻ പ്രതിഷ്ഠിത ഇതി. സനത് കുമാരന് ഉത്തരം പറയും, സ്വമഹിംന യതി വാനമഹിംനതി. സ്വന്തം മഹിമ കൊണ്ട് മറ്റുള്ളവർക്കെല്ലാം മഹിമയായിട്ട് നിൽക്കുന്നു. ഹി ക്രിയേറ്റ്സ് ഹിസ് ഓൺ സബ്സ്ട്രാറ്റം ഓൺ വിച്ച് all others consider to be a substratum. അങ്ങോരുടെ ബേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് ലോകത്തിന് മുഴുവൻ അദ്ദേഹം ബേസായിട്ട് നിൽക്കുന്നു. അതാണ് സ്വധൃത. അപ്പം അധൃത, സ്വധൃത, കണ്ടോ? അഗെയിൻ കോൺട്രഡിക്റ്റിംഗ്, ലാർൽ ആൻഡ് ഹാർഡി. സ്വാസ്യ 844 നാമം. സ്വാസ്യ എന്ന് വെച്ചാൽ ശോഭനമായ മുഖമുള്ളവൻ അർത്ഥം, സിമ്പിൾ മീനിങ്. സ്വാസ്യ. അസ്യം എന്ന് വെച്ചാൽ വായ, മുഖം, മൗത്ത്, അസ്യം. സ്വാസ്യം എന്ന് വെച്ചെങ്കിൽ ഞാൻ സൂന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞതല്ലേ, ശോഭനമായ മുഖമുള്ളവൻ. അപ്പോൾ ഈ ശോഭനമായ മുഖത്തിൽ നിന്നാണ് മഹത്തായിട്ടുള്ള വേദങ്ങൾ നിർഗളിച്ചിട്ടുള്ളത്. വേദങ്ങൾ മാത്രമല്ല, എല്ലാ ഇതിഹാസ പുരാണങ്ങൾ, സൂക്തങ്ങൾ, സൂത്രങ്ങൾ, എല്ലാ വിദ്യയും ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന, ഈ ലോകത്തിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആർട്ടായിക്കോട്ടെ, കൾച്ചറായിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, സാഹിത്യം, എന്താ പറയുക, സയൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എവറി പാർട്ട് ആൻഡ് ബ്രാഞ്ച് ഓഫ് നോളജ് എവിടുന്നാണ് വന്നത്? ഭഗവാന്റെ സ്വാസ്യ, ആ വണ്ടർഫുൾ, ഗ്രേസ്ഫുൾ, ബെനിഫിഷ്യൽ വായിൽ നിന്നാണ് വന്നത്, അർഗളിച്ചത്. നിർജ്ജരിയായിട്ട് പുറത്തേക്ക് വന്നത് ആണ് സ്വാസ്യ എന്ന് പറയുന്ന കാര്യം. ലോകത്തിനെ അറിവിൽ നിലനിർത്തുന്നത്
ഭഗവാന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള വേദങ്ങളും വേദങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള മറ്റ് ശാസ്ത്രങ്ങളും പുരാണ ഇതിഹാസങ്ങളൊക്കെ അതിൽ നിന്നുണ്ടായതാണ്. അതിൽ നിന്നുള്ള പ്രചോദനം കിട്ടിയിട്ടുണ്ടായതാണ്. വേദങ്ങളാണ് ആദ്യം വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അതിൻ്റെ നാമം സ്വാസ്യ എന്ന് പറഞ്ഞു. മതി, ഇന്നിപ്പോൾ തൽക്കാലം നിർത്താം. 45 മിനിറ്റ് ആയി ഓൾറെഡി. നോക്കാം, ബാക്കിയുള്ള നമുക്ക് നാളെ നോക്കാം. ഇതൊന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പ്യുവർലി റിവിഷണറി ഇൻ നേച്ചർ. മേ ബി ഇനി വരാൻ പോകുന്ന നാമങ്ങളും കുറേയൊക്കെ റിവിഷണറി ആവാനാണ് ചാൻസ്. അപ്പോൾ ഞാൻ നമുക്കത് ആ ഒരു അപ്രോച്ചിൽ നമുക്കത് എടുക്കാം. വേണ്ടിടത്ത് നമുക്ക് ചിലപ്പോൾ കുറച്ച് മസാലയൊക്കെ വരുത്തി കുറച്ച് എക്സ്പ്ലനേഷൻ നമുക്ക് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഏതായാലും ഇനിയിപ്പോൾ അധികം ഇന്ത്യ നോക്കാം. 144 156 നാമം കൂടിയല്ലേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ. അതൊന്ന് നമ്മൾ കെയർഫുള്ളായിട്ട് റിവിഷൻ പോലെ നമുക്ക് നോക്കിയാൽ മതി. കാരണം ഈ ബാക്കിയുള്ള നാമങ്ങളെല്ലാം നമ്മൾ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ കണ്ട നാമങ്ങളാണ്. നത്തിങ് ഈസ് ന്യൂ. മേ ബി കുറച്ച് 5-10 നാമങ്ങൾ ഇതിലൊരു പുതുമ ഉണ്ടായിരിക്കാം. ബട്ട് അതർവൈസ് എവറിത്തിങ് ഈസ് ഓക്കെ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ആറാംസെ ഇരുന്നാൽ മതി. ടേക്ക് ഇറ്റ് ഈസി ആൻഡ് ബട്ട് ബി സീരിയസ്. ബി ഈസി ആൻഡ് സീരിയസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ രക്ഷിക്കണേ.